നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലായ നൂറൂട്ട് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പുരാതന കാല ഒരു ചരിത്രമാണ്. അതായത് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിച്ച ഗ്രീക്കിൻ്റെ ചരിത്രം പറയുമ്പോൾ തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട രാജാവിന് ശേഷം ഇളയ കാറ്റോ എന്ന കഥ ഞാൻ പറഞ്ഞിരുന്നു. അതിൻ്റെ ബാക്കി വരുന്നത് എന്താണെന്ന് വെച്ചാൽ അതാണ് ക്ലിയോപാട്ര എന്ന് പറയുന്ന രാജ്ഞി. ഇത് ഇസ്ലാമിനൊക്കെ മുമ്പേ ഉള്ളതാണ്. ഇത് ഫ്രാൻസ് അതുപോലുള്ള അതിൻ്റെ അപ്പുറത്ത് ബ്രിട്ടൻ, അതുപോലെ അതിൻ്റെ അപ്പുറത്ത് ഏറ്റവും തലയിൽ കിടക്കുന്ന അമേരിക്ക, അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരുപാട് രാജ്യങ്ങൾ, ഈജിപ്ത് വരെ നീണ്ടുകിടക്കുന്ന കാലത്ത് അന്നൊന്നും ഇസ്ലാം കൂടുതലായിട്ടും അവതരിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇസ്ലാം ഇല്ലാതില്ല. അതായത് കിങ് സോളമൻ്റെ കാലം കഴിഞ്ഞപ്പോൾ പിന്നീട് ഭരണങ്ങൾ കൈയാളുന്നത് ഇത്തരക്കാരായിരുന്നു. അതിൽപ്പെട്ടതാണ് ക്ലിയോപാട്ര എന്ന് പറയുന്ന രാജ്ഞി. അത് ഈ ഗ്രീക്കിന് ശേഷം ഇവിടെ ഈജിപ്ത് മുഴുവൻ അടക്കി ഭരിക്കുകയാണ്. ഇവിടെ തന്നെ ഇസ്രായേലും അതിൽ ഉൾപ്പെടുന്നു. അന്ന് ഇസ്രായേൽ എന്ന് പറയുന്നത് കനോൻ എന്ന പേരിൽ അറിയപ്പെടുന്ന കനോൻ ദേശക്കാർ എന്നാണ് പറയുക എന്ന് മാത്രം. ഇവിടെ പിന്നീട് ക്ലിയോപാട്ര അതുപോലെ തന്നെ അവരുടെ വേണ്ടപ്പെട്ട ആളുകൾ ഒക്കെ ഭരണകർത്താക്കളുടെ ഭരണം ഇഷ്ടപ്പെടാത്ത ജനങ്ങൾ അവർക്ക് പാര വെച്ചിട്ട് അവരെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റുന്ന ഒരു കാലഘട്ടമാണ്. അതായത് ഇന്നത്തെ പോലെ യാതൊരുവിധ റെസ്പോൺസിബിലിറ്റിയും രാജാക്കന്മാർക്ക് അധികം കിട്ടണമെന്നില്ല. ഇവിടെ ഇവർ ക്ലിയോപാട്ര എന്ന് പറയുന്ന രാജ്ഞി ഒക്കെ കൊല്ലപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. മറ്റാൾ സ്വയം ഇളയ കാറ്റോ എന്ന് പറയുന്നത് സ്വയം കുത്തി മരിച്ചെങ്കിലും ഇവിടെ ക്ലിയോപാട്ര ഒക്കെ കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. ആരൊക്കെയോ ഉള്ളിലൂടെ ഭരണങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ചതിപ്രയോഗങ്ങൾ ചെയ്തു. അപ്പം ഏതോ കാലത്തുണ്ട് ഭരണങ്ങളും ജനങ്ങളും സമ്പത്തും അതിന് പാര വെക്കുന്ന ജനങ്ങളും പിന്നീട് അധികാരത്തിൽ വരുന്നവരും ഒക്കെ. അതിൻ്റെ ഒരു മെത്തേഡാണ് നമ്മൾ ഈ ലോകത്തിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അമേരിക്കയുടെ കയ്യിലാണ് സർവ്വ സൈന്യാധിപ സംവിധാനങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഒരുപക്ഷെ അവരുടെ കയ്യിൽ നിന്ന് പോവും. പക്ഷേ ഇപ്പോഴത്തെ ഈ സെറ്റപ്പിനൊക്കെ മുമ്പുള്ള കാലഘട്ടത്തിൻ്റെ അവിടെ ഉള്ള വിദേശത്തിൻ്റെ, റോമിൻ്റെ, അതുപോലെ തന്നെ മറ്റുള്ള എല്ലാവിധ വലിയ രാജ്യത്തിൻ്റെയും കഥയാണ് ഞാൻ ഈ പറയുന്നത്. അന്ന് അവിടെ ഈ ഏറ്റവും സമ്പന്നനായിട്ടുള്ള ആളുകൾ ഇടയിൽ ക്ലിയോപാട്ര ഒരു വലിയ സംഭവമായിരുന്നു. ലോകം മുഴുവൻ അവരുടെ പേര് വ്യാപിച്ചുകൊണ്ട് അത് ചരിത്രത്തിൽ നിന്നും എഴുതി മായ്ക്കാൻ കഴിയാത്ത വിധത്തിൽ നമുക്ക് നമ്മളെ കിടാങ്ങൾക്കൊക്കെ 10ലും അതുപോലെ തന്നെ ഒക്കെ പഠിക്കാനുള്ള ഒരു വിഷയം കൂടിയാണ് ക്ലിയോപാട്രയുടെ കഥ. കാരണം അത് ഗ്രീക്കിൻ്റെ കൂടി കഥയാണ്. ഗ്രീക്കാണെങ്കിലോ വന്നത് ഒക്കെ ഗ്രീക്കിന് ശേഷം വരുന്ന റോമാക്കാരാണ്. ഇനി ഈ കഥ കഴിഞ്ഞാൽ നമുക്ക് പറയാനുള്ളത് റോമാക്കാരുടെ കഥയാണ്. അപ്പോൾ അങ്ങനെ റോമാക്കാരുടെ കഥ പറയുമ്പോൾ തന്നെ ഇവരുടെ ഒക്കെ കാലഘട്ടത്തിൻ്റെ ഇടയിൽ ഈസാ നബി വന്നു പോയിട്ട് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈസാ നബി വരുന്ന സമയത്ത് ഭരിച്ചിരുന്നത് റോമാക്കാർ തന്നെയാണ്. ആ റോമാക്കാർ ഈസാ നബിക്ക് ശേഷവും ഭരിക്കുന്നുണ്ട്. അപ്പോൾ ആ റോമാക്കാർ തന്നെ ഈസാ നബിയിൽ വിശ്വസിക്കുന്നുമുണ്ട്. ഇതുകൊണ്ടാണ് ഈ റോമൻ കത്തോലിക്ക എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ സിറിയൻ കത്തോലിക്ക എന്നും പറയുന്നുണ്ട്. ഇങ്ങനെ 2 സൈസ് ക്രിസ്ത്യാനികൾ അവിടെ വരുന്നതിൻ്റെ കാരണം അതാണ്. പക്ഷേ ഈ ക്രിസ്ത്യാനികൾ വരുന്നേക്കാൾ മുമ്പുള്ള റോമൻ കഥയിൽപ്പെട്ടതാണ് ഞാനിപ്പോൾ പറഞ്ഞ ക്ലിയോപാട്രയുടെ കഥ. അപ്പോൾ നമുക്ക് പിന്നീട് അവിടുന്ന് മനസ്സിലാക്കാനുള്ളത് അപ്പോഴും ഈ ഇസ്രയേലികളെ തന്നെയാണ്
അതുപോലെ പലസ്തീനികളൊക്കെ തന്നെയാണ് ഇവർ വന്നിട്ട് അടക്കി ഭരിക്കുന്നത് എന്ന് നമുക്ക് അറിയാൻ കഴിയും, മനസ്സിലാക്കാൻ കഴിയും. അന്നൊന്നും പിന്നെ ഈ അത്യാധുനികമായ ആയുധങ്ങളും മറ്റും ഒന്നുമില്ല എന്നതുകൊണ്ട് തന്നെ ഈ ഭരണകർത്താക്കൾക്കെതിരെ ഗൂഢാലോചന നടത്തിയിട്ട് തുരങ്കം വെക്കുന്ന ഏർപ്പാടാണ് ചെയ്യൽ. ഇപ്പോൾ ഉദാഹരണത്തിന് അറബി നാട്ടിലൊക്കെ ബാപ്പ ഭരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ബാപ്പ ഉറങ്ങുന്ന സമയത്ത് മകനെ കിരീടധാരണം ചെയ്തിട്ട് കൊണ്ടിരുത്തുക എന്ന ന്യായക്കേട് പോലും ചെയ്തിരുന്നു. പിന്നെ ബാപ്പാനെ പിടിച്ചിട്ട് മകൻ തന്നെ ജയിലിലിടുന്ന മെത്തേഡുകളും രാജഭരണത്തിലുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നതായിരിക്കും. പക്ഷെ അതൊക്കെ ഇസ്ലാം വന്നതിന് ശേഷം അതൊക്കെ വളരെ തെറ്റാണ്. ബാപ്പാൻ്റെ സ്വന്തം അഭിപ്രായപ്രകാരം മാത്രമേ മകന് കിരീട അവകാശം നൽകാൻ സാധിക്കൂ എന്നുള്ള നിയമങ്ങളൊക്കെ പിന്നീടാണ് വരുന്നത്. നിയമം ഏറെക്കുറെ ലോകത്ത് നടപ്പാവുന്നത് തന്നെ ഇസ്ലാമിന് ശേഷമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇന്നിപ്പോൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന് നേരെ ആയുധമെടുക്കുന്ന ഒരു രൂപത്തിലാണ് കാര്യങ്ങൾ ഇരിക്കുന്നതെങ്കിൽ പോലും ലോകത്ത് ഒരു സമാധാനവും അതുപോലെ തന്നെ ഒരു നല്ലൊരു നിലയും ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമൊക്കെ നിലനിന്നത് ഇസ്ലാമിന് ശേഷമാണ്. ഇസ്ലാം അതിന് വെന്നിക്കൊടി പാറിച്ചു എന്നുള്ളതാണ്. അല്ലാതെ ഈ സമയത്തൊന്നും ഈ ഇസ്ലാമിൻ്റെ കഥയോ അല്ലെങ്കിൽ ന്യായമോ അല്ലെങ്കിൽ കോടതിയോ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു നിയമങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ പിന്നെ ക്ലിയോപാട്ര ആരാലോ കൊല്ലപ്പെട്ടു. അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളും ഒക്കെ തന്നെ കൊല്ലപ്പെടുകയാണ് ചെയ്തത്. പിന്നീടാണ് ഇവരുടെ കയ്യിൽ നിന്ന് ഭരണം മറ്റുള്ള ആളുകളിലേക്ക് വരുന്നത്. അതായത് റോമാ സാമ്രാജ്യത്തിലേക്ക് പിന്നീട് വരുന്നതും അതുപോലെ തന്നെ അവിടെ ഈ പിന്നെയും രാജാക്കന്മാർ വരുന്നുണ്ട്. ജെയിംസ് രാജാക്കന്മാർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ആ കഥയൊക്കെ ഞാൻ ചുരുക്കി പറയാനാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പം നാളെ വായിച്ചു. പിന്നെ നെപ്പോളിയൻ ബോണാപ്പാർട്ട് വരെ ഭരിച്ചു. അതിന് ശേഷവും ഇസ്ലാം വരുന്നേക്കാൾ മുമ്പ് ഒരുപാട് മാർപ്പാപ്പന്മാരും അതുപോലെ തന്നെ രാജാക്കന്മാരും സ്പെയിനിലെ രാജാക്കന്മാരും ഒരുപാട് ആളുകൾ അവിടെ അടക്കി ഭരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് വ്യത്യാസങ്ങളായിട്ടുള്ള ചരിത്ര സംഭവങ്ങളും ഉണ്ട്. അക്കാലത്തും ഈ കിങ് സോളമൻ്റെ മരണശേഷം സ്പ്ലിറ്റായിട്ടുള്ള ജൂതന്മാർ രണ്ടാണ്. 2 സൈസ് ജൂതന്മാരുണ്ട്. അപ്പോഴും അവിടെ മുസ്ലിങ്ങളായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് കുറച്ച് ആളുകൾ. അതായത് ഈ കിങ് സോളമനെ വിശ്വസിച്ച മുസ്ലിങ്ങളുണ്ട്. അല്ലാതെ ഇസ്ലാം മതം എന്ന് പറയുമ്പോൾ അത് കൊണ്ടുവന്നത് റസൂൽ മാത്രമല്ല, അതിനു മുമ്പ് തന്നെ ഇസ്ലാം എന്ന് പറയുന്നത് ലോകത്തുണ്ട്. പിന്നെ ജൂതന്മാരും ലോകത്തുണ്ട്, ഇസ്രായേലികളും ലോകത്തുണ്ട്, ഫിലിപ്പീൻസും ലോകത്തുണ്ട്. ഫിലിപ്പീൻസ് അല്ല, പലസ്തീനികൾ. അതിനുശേഷമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന കാണുന്നത് പോലെ ഉള്ള ഒരു ഇസ്ലാമിനെ നമ്മൾ കാണുന്നത്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറബ് നാട്ടിലാണ് ജനിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ മറ്റേ പലസ്തീനിൽ ജനിച്ചിട്ടുള്ള പ്രവാചകന്മാരുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നാക്കി തീർത്തത് പിന്നെ ജെയിംസ് രാജാക്കന്മാരാണ്. അവർ ചില മാറ്റപ്പെടുത്തലൊക്കെ ഈ ഇഞ്ചീലിൽ നടത്തുന്നുണ്ട് എന്നതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. ആ കഥ നമുക്ക് പിന്നീട് പറയാം. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. മറ്റൊരു കഥയുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.